എല്ലാ സഞ്ചാരികൾക്കും മൂന്നാർ പ്രിയപ്പെട്ട സ്ഥലമാകാൻ കാരണം ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ മൂന്നാറിലേക്ക് വന്ന വിശേഷങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടായിട്ട് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കാണണേ. നമ്മുടെ റിസോർട്ട് വരുന്നത് ചിന്നക്കനാൽ സൂര്യനെല്ലി റൂട്ടിലാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമാണ് ഇവിടെയുള്ളത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫ്ലാഷ് ബാക്ക്. റൂമിന്റെ വിഷ്വൽ എടുക്കാനായിട്ടായിരുന്നു ഞാൻ റൂം പൂട്ടിയത്. വാതിൽ തുറന്ന് കയറുന്ന രീതിയിലൊക്കെ റൂമിന്റെ വീഡിയോസ് കാണിക്കില്ലേ, അതുപോലെ. ബട്ട് ഈ ഡോർ എന്നെ ചതിച്ചു കേട്ടോ. റൂം നമ്മൾ കാർഡ് വെച്ചാണ് തുറക്കുന്നത്. അതില്ലാതെ ഡോറ് അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. പിന്നെ കോളിംഗ് ബെല്ലുള്ളതുകൊണ്ട് ബെല്ലടിച്ച് അകത്തിരിക്കുന്ന ആളെ വിളിക്കാൻ പറ്റും. അകത്ത് ആളില്ലെങ്കിൽ അതും പെട്ടു. പിന്നെ നമ്മൾ റെഡിയായി പുറത്തേക്ക് പോകാൻ ഇറങ്ങിട്ടോ. ആദ്യം ഈ ഷോർട്സ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. പിന്നെ തണുപ്പിനെ പറ്റി ഓർത്തപ്പോൾ ഡ്രസ്സ് അങ്ങ് മാറ്റി. നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്, നല്ല കോടയുമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു നൂഡിൽസും കട്ടൻ കാപ്പിയും ഒക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ചേച്ചിമാരെ കണ്ടത്. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി അങ്ങ് നടന്ന്. രാത്രി റീൽസ് തോണ്ടിക്കിടന്നപ്പോൾ ചേട്ടൻ കണ്ടുപിടിച്ചതായിരുന്നു റിപ്പിൾ വാട്ടർഫോൾസിലേക്ക് അടുത്തിടെ പോകാനുള്ള ഐഡിയ. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വെച്ചു പിടിച്ച്. നമ്മുടെ റിസോർട്ടിന്റെ അവിടെ നിന്ന് 19 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരാൾക്ക് 25 രൂപയായിരുന്നു അങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ. കുട്ടികൾക്കാണെങ്കിൽ 15 രൂപയുമാണ് ചാർജ് വരുന്നത്. മൂന്നാറിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളത്. ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ? നല്ലൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. പൊന്മുടി ഡാമിൽ നിന്ന് ഉദരപ്പുഴയാറ് വഴി ഒഴുകി വരുന്നതാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ സിപ്പ് ലൈനിലൂടെ പോകാനും പറ്റൂ കേട്ടോ. ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മൾ ചെന്ന ടൈം മഴയുള്ളതായതുകൊണ്ട് നല്ല വെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്ത് അവിടെ നിന്ന് വിട്ടു. പിന്നെ പോയത് എക്കോ പോയിന്റിലേക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോകും വഴിയാണ് ദേ ഇവളെ കണ്ടത്. പിടിയാനയാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എക്കോ പോയിന്റിലേക്ക് എത്തി. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയി. അവിടെ കണ്ടത് ദേ ഇവരെ ആയിരുന്നു കേട്ടോ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ ജോസ്. അപ്പുറത്തെ കടയിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റാനുള്ള പ്ലാനിലാണ് പുള്ളി. പക്ഷെ കടയിലുള്ള ചേച്ചി സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ദേ കയറി ഇങ്ങനെ ഇരിപ്പാണ് പുള്ളി. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ വഴി എലിഫന്റ് പാർക്കിലും ഒന്ന് കയറി. അവിടെ കുറെ ആനകളുണ്ടായിരുന്നു കേട്ടോ. ആന സവാരിക്കായുള്ള ഒരു പ്ലേസ് ആണ് ഇത്. ദേ ഇവര് അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണേ. അവരങ്ങനെ കയറിയതും ഞങ്ങൾ ഇങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. അവിടെയും അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയത്. കാരണം നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആകെ അങ്ങ് ശരീരമൊക്കെ മരവിച്ച പോലെ ആയിരുന്നു. തിരുവനന്തപുരം വരെ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.